കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ CJP. നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന രണ്ട് പാർട്ടിയാണ്, ഒന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ BJP. കേരളത്തിലാണെങ്കിൽ അതേപോലെ തന്നെ ഒന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് CPM. തമിഴ്നാട്ടിലാണെങ്കിൽ DMK അല്ലെങ്കിൽ ADMK. ഇപ്പൊ തമിഴ്നാട്ടില് DMK-നും ADMK-നും ഒരു സൈഡിൽ മൂലക്കിരുത്തിയിട്ട് TVK വിജയ് മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേറി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേന്ദ്രത്തില് BJP-യെ വറപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒരു നോക്കുകുത്തിയായിക്കൊണ്ട് ഒരു മൂന്നാമത്തെ പാർട്ടി ജീവനെടുത്തിരിക്കുകയാണ്, CJP, കോക്രോച്ച് ജനതാ പാർട്ടി. അപ്പോ എന്താണ് ഈ CJP തുടങ്ങാനുള്ള കാരണം, എന്താണ് CJP-യുടെ അവസ്ഥ എന്താണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അന്നുള്ള കാര്യങ്ങൾ, സംഭവ വികാസങ്ങൾ, അന്ന് നടക്കുന്ന ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് ഒരു കേസിന്റെ വിചാരണക്കിടയെ ഒരു കാര്യം പറയുകയുണ്ടായി. ആ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. There are youngsters like cockroaches. They don't get any employment. They don't have any place in profession. Some of them become media. Some of them become social media. Some of them become RTI activists. Some of them become another activists, and they start attacking everyone. And you people file contempt petition because I go to is not taking up the matter of as if there are already parasites in society who attack you people. You attack the system, and you want to join hands with them. No. I understand. ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ത്യയിലെ ജോലിയില്ലാത്ത യുവതി യുവാക്കളൊക്കെ കോക്രോച്ച് ആണെന്നും പാരസൈറ്റ്സ് ആണെന്നുമാണ്. ഈ പറഞ്ഞ വീഡിയോ ഈ ഇന്ത്യയിൽ തന്നെ മൊത്തമായിട്ട് ഭയങ്കരമായിട്ട് വൈറലായി സോഷ്യൽ മീഡിയയിൽ. ഇത് കണ്ട ഇന്ത്യയിലെ അൺഎംപ്ലോയിഡ് യുവതി യുവാക്കൾ നമ്മൾ ആരാണെന്ന് കാണിച്ചു തരാം എന്നും പറഞ്ഞു തുടങ്ങിയതാണ് ഈ CJP, കോക്രോച്ച് ജനതാ പാർട്ടി. ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ CJP-യുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന്റെ എണ്ണം 17.2 മില്യൺസ് ആണ്. അതേസമയം ഭാരതീയ ജനതാ പാർട്ടി BJP-യുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന്റെ എണ്ണം 8.9 മില്യൺസ് ആണ്. ഇത് ആദ്യം തുടങ്ങിയത് ഒരു മെയിം പോലെയാണ്, അതൊരു ഫണ്ണി മെറ്റീരിയൽസ്, അതായത് ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അതിനെ വിമർശിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു മെയിം മെറ്റീരിയൽ ആയിട്ട് ഒരു ഫണ്ണി ആയിട്ട് തുടങ്ങിയതാണ് ഈ CJP. പക്ഷെ ഇതിനെ ഒരു സാധാരണ ഒരു മെയിം മെറ്റീരിയൽ കാണാൻ പറ്റില്ല. ഇതിന്റെ പുറകിൽ ഒരു ജെൻസി പൊളിറ്റിക്സ് ഉണ്ട്. നിങ്ങൾ ഈ നേപ്പാളിൽ നടന്ന സംഭവ വികാസങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പോൾ നമ്മൾ മുന്നേ നമ്മളെ വീഡിയോയിലും ന്യൂസിലും കൂടി കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നേപ്പാളിലെ അവിടുത്തെ മന്ത്രിമാരെയും പ്രധാനമന്ത്രിയും ഒക്കെ തെരുവുകളിൽ തുരത്തി അടിച്ച് ആ ഭരണകൂടത്തെ താഴെയിട്ടത് ഈ ജെൻസി പിള്ളേരാണ്. ഇപ്പൊ അവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ബാലേന്ദ്ര ഷാ എന്ന് പറയുന്ന ഒരു റാപ്പറാണ്. റാപ്പർ മാത്രമല്ല, അവരൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, ഒരു എഞ്ചിനീയർ ആണ്. രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്ത ഒരു 35 വയസ്സുകാരനാണ് ഇപ്പോ നേപ്പാളിന്റെ പ്രധാനമന്ത്രി. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടില് 2 കൊല്ലം മാത്രം ആയുസുള്ള വിജയുടെ TVK എന്ന പാർട്ടി അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഒക്കെ പിന്നിലുള്ള കാരണം ഒന്ന് സോഷ്യൽ മീഡിയ, മറ്റൊന്ന് ജെൻസി. നേപ്പാളിലെയും തമിഴ്നാട്ടിലെയും ഇത്ര കാലങ്ങളായിട്ട് കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, രാഷ്ട്രീയ പാർട്ടിയെ പിടിച്ച് താഴെയിറക്കി അവിടെ ഒരു പുതിയ ഭരണകൂടം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇത്ര കൊല്ലം 10 കൊല്ലം 12 കൊല്ലം വഹിക്കുന്ന ഈ BJP-യെ പിടിച്ചിറക്കാൻ, താഴെയിറക്കാൻ, ഭരണത്തിൽ നിന്നും പിടിച്ചിറക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഇത് വെറും ഒരു മെയിൻ മെറ്റീരിയൽ ആണെന്നും ഈ ട്രെൻഡിങ്ങിന്റെ സ്വഭാവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കെട്ടടങ്ങുന്നുമെന്ന് ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകും. അപ്പോ ഈ CJP എങ്ങനെയാണ് ഉണ്ടായത്? അത് നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നു. ഇന്ത്യയിലെ അൺഎംപ്ലോയിഡ് യുവാക്കൾ പിന്നെ കോക്രോച്ച് ആണെന്നും പാരസൈറ്റ്സ് ആണെന്നും അവർക്ക് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും വന്നിട്ട് അക്രമം അഴിച്ചുവിടുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, സിസ്റ്റത്തെ തകർക്കുന്നു എന്നൊക്കെ ഇയാൾ പറയുന്നു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് പറയുന്നു. ഇത് യുവതി യുവാക്കള് അങ്ങ് ഏറ്റെടുത്തു. ഈ അൺഎംപ്ലോയ്മെന്റ് കാരണം ഈ യുവതി യുവാക്കളാണോ അല്ല ഗവൺമെന്റ് ആണോ? പഠിക്കാത്തവരെ കാര്യം പോട്ടെ, പഠിക്കാത്തവർക്ക് ജോലിയില്ല, അവർ വേറെ എന്തെങ്കിലും ജോലി എടുത്തിട്ട് ജീവിക്കുന്നു പോട്ടെ. പക്ഷെ പഠിച്ച നിരവധി യുവതി യുവാക്കള് ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവർക്ക് ജോലി ഇല്ലാത്തതിന്റെ കാരണം അവരാണോ അതോ ഗവൺമെന്റ് ആണോ? അപ്പൊ ഈ പരാമർശം സോഷ്യൽ മീഡിയ ഇങ്ങനെ വൈറലായപ്പോ അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞ ഒരു യുവാവ് ട്വിറ്ററിൽ ഒരു ലൈൻ കുറിക്കുന്നു. അതെ, ഞാൻ കോക്രോച്ച് ആണ്. ഈ കോക്രോച്ച് ഫാമിലിയിലേക്ക്, ഈ പാർട്ടിയിലേക്ക് ചേരേണ്ടവർക്ക് ചേരാമെന്ന് പറഞ്ഞിട്ട് അഭിജിത്ത് ഒരു ഫോം ട്വിറ്ററിൽ ചെയ്യുന്നു. ആ ഫോം വൈറലായി നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം 40,000, 50,000, പിന്നീട് 1,00,000 വരെ ആൾക്കാർ ആ ഫോം ഫില്ല് ചെയ്യുന്നു. ഇത് വൈറലായി നടന്ന അഭിജിത്ത് ഇൻസ്റ്റാഗ്രാമിൽ സെയിം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് രൂപീകരിക്കുന്നു. അത് ഇപ്പോ വൈറലായി
ഈ ഭാരതീയ ജനതാ പാർട്ടിന്റെ ഫോളോവേഴ്സിനെക്കാട്ടിയും കൂടുതൽ 2 മടങ്ങ് അധികം ഫോളോവേഴ്സ് ആ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ 4-5 ദിവസങ്ങളിൽ കിട്ടുന്നു. ഈ 4-5 ദിവസത്തിനുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയധികം മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് കിട്ടുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അവരൊരു പാർട്ടി ഇങ്ങനെ മെയിൻ മെറ്റീരിയൽ ആയിട്ട് ഒരു പാർട്ടി രൂപീകരിക്കുക മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള മാനിഫെസ്റ്റോയും രൂപീകരിക്കുന്നു. ആ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട 5 പോയിന്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് പൊസിഷനിൽ നിൽക്കുന്ന ആള് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ രാജ്യസഭയിൽ അംഗത്വം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പദവിയിൽ നിൽക്കുന്നവർക്ക് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ രാജ്യസഭയിൽ ആ ഭരിക്കുന്ന ഗവൺമെന്റ് രാജ്യസഭയിൽ ഒരു MP സീറ്റോ ഒരു കൊടുക്കും. അപ്പോ ഈ ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യും? നമുക്ക് എന്തായാലും രാജ്യസഭ MP ആയിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടും. അപ്പോ ഭരണകൂടത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും ആ കേസ് വഴിതിരിച്ചുവിടാനുള്ള സാഹചര്യം എന്തായാലും ചീഫ് ജസ്റ്റിസ് ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കിയുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല്, വോട്ടർ ഐഡിയും ആധാർ കാർഡുമുള്ള ആരെങ്കിലും ഒരാൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ആ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA നിയമം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാണ് രണ്ടാമത്തെ മാനിഫെസ്റ്റോ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ക്യാബിനറ്റ് പൊസിഷനിൽ 50% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ്, കോർപ്പറേറ്റ് കമ്പനിയുടെ കീഴിലുള്ള മാധ്യമങ്ങളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം എന്നാണ് നാലാമത്തെ പോയിന്റ്. അതായത് അദാനിന്റെയും അംബാനിന്റെയും കീഴിൽ ഒരുപാട് ന്യൂസ് ചാനലുണ്ട്. ഈ ന്യൂസ് ചാനലുകൾ എന്ത് ചെയ്യുക? അവരുടെ കോർപ്പറേറ്റീവിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അവർ ന്യൂസുകൾ കൊടുക്കുക. അപ്പോൾ ഗവൺമെന്റ് എന്തായാലും ഈ കോർപ്പറേറ്റീവുകളെ സപ്പോർട്ട് ചെയ്താൽ മതിയാവും. അതുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ കീഴിലുള്ള മാധ്യമങ്ങളെ ക്യാൻസൽ ചെയ്യണം എന്നുള്ള നാലാമത്തെ മാനിഫെസ്റ്റോ ആയിട്ട് ഈ CJP കൊണ്ടുവരുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് കോമഡി ഉള്ളതാ. അതായത് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് നമ്മൾ ഒരു പാർട്ടിയിൽ മത്സരിക്കുന്നു. അതിനുശേഷം ജയിച്ചതിന് ശേഷം ജനങ്ങൾ ഈ പാർട്ടി വിചാരിച്ചിട്ടാണല്ലോ ഇയാൾക്ക് വോട്ടിട്ടുണ്ടാവുക. ജയിച്ചതിന് ശേഷം ഇയാൾ ജയിച്ച MLAയോ MPയോ വേറൊരു പാർട്ടിയിലേക്ക് മാറുകയാണെങ്കിൽ അയാളുടെ MLA സ്ഥാനം MP സ്ഥാനം ക്യാൻസൽ ചെയ്യണമെന്നാണ് അഞ്ചാമത്തെ മാനിഫെസ്റ്റോ. അതുപോലെ തന്നെ 20 വർഷക്കാലം അദ്ദേഹത്തിന് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അഞ്ചാമത്തെ മാനിഫെസ്റ്റോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് CJP എന്ന പാർട്ടി ഇപ്പോ ഇന്ത്യയിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായി പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ തന്നെ ഈ വാർത്ത എടുത്തിട്ട് പറയാൻ തുടങ്ങി. അപ്പോ BJPക്കും ബാക്കിയുള്ള രാഷ്ട്രീയ കക്ഷികൾക്കും ചെറിയ ഉള്ളിൽ നിന്നുള്ള ഭയം വരാൻ തുടങ്ങി. അപ്പോഴാണ് ആ സമയത്താണ് CJPയുടെ എക്സ് അക്കൗണ്ട്, അതായത് നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തത്, ഇന്ത്യയിൽ ക്യാൻസൽ ചെയ്തത്. ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം ഇതാണല്ലോ. ആരെങ്കിലും വിമർശനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലോ ഇങ്ങനെ മെയിൻ മെറ്റീരിയൽ കൊണ്ടുവന്നു കഴിഞ്ഞാലോ ആ മാധ്യമങ്ങളെ ക്യാൻസൽ ചെയ്യിപ്പിക്കുക. അതാണ് ഇപ്പം ഇന്ത്യൻ ഭരണകൂടം ചെയ്തുകൊണ്ടിരുന്നത്. ഈ നേപ്പാളിൽ നടന്ന പ്രശ്നങ്ങൾ എന്താ? ഇതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ട്വിറ്റർ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തല്ലോ. നേപ്പാളിൽ നടന്നത് അവിടുത്തെ മന്ത്രിമാരുടെ പുത്രന്മാരും പുത്രികളും സോഷ്യൽ മീഡിയകളിൽ അവരുടെ ഒരു ലക്ഷറി ലൈഫ് കാണിച്ചുകൊണ്ട് അവരിവിടെ പോകുന്നു, അവിടെ പോകുന്നു, പുറം രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ ലക്ഷറി ലൈഫ് സോഷ്യൽ മീഡിയ ഇടുകയും അപ്പോൾ അവിടെയുള്ള യൂട്യൂബറും ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നവരും ഇവരെ നിശിതമായിട്ട് വിമർശിക്കുന്നു, ഈ മന്ത്രിമാരുടെ പുത്രന്മാരെയും പുത്രികളെയും. അപ്പോൾ നേപ്പാൾ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നു, സോഷ്യൽ മീഡിയ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇനി മുതൽ യൂട്യൂബ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം നേപ്പാളിലില്ല. നമ്മുടെ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ ചെയ്യുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയ നിരോധിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു. ഗവൺമെന്റ് നിരോധിക്കാൻ പോകുന്നു. അപ്പൊ എന്താക്കി, ഈ ജെൻസി പിള്ളേരൊക്കെ തെരുവിലേക്ക് ഇറങ്ങി കണ്ട മന്ത്രിമാരെ കാണുന്ന മന്ത്രിമാരെയും പാർലമെന്റ് അടക്കം കത്തിച്ചു കളഞ്ഞു നേപ്പാളിൽ. അതിനുശേഷം വീണ്ടും ഇലക്ഷൻ നടന്നപ്പോൾ അവിടെ വിജയിച്ചത് ഈ ഗവൺമെന്റിനെതിരെ ഒരു റാപ്പ് പാടിയ ഒരു റാപ്പറായിട്ടുള്ള ഒരു 35 വയസ്സുകാരനായ ഒരു യുവാവാണ് ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒരു ചെറിയ കാര്യമായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ എടുക്കാൻ പാടില്ല. ഇതിനെ വെറും ഒരു ജെൻസിയുടെ ഒരു വൈറൽ ട്രെൻഡ്, ഒരു 2 ദിവസം 4 ദിവസത്തേക്കുള്ള ഒരു വൈറൽ ടോപ്പിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ നേപ്പാളിലും നടന്ന സംഭവം തമിഴ്നാട്ടിലെ ഇന്ത്യയിലാണ്. പക്ഷെ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷക്കാലം 10, 30, 40 വർഷക്കാലമായിട്ട് തമിഴ്നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന DMK ഇല്ലെങ്കിൽ ADMK എന്ന് 2 കക്ഷികളെയും മൂലക്കിരുത്തിക്കൊണ്ട് വിജയ് എന്ന് പറയുന്ന TVK പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും ജെൻസി പിള്ളേരും തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എടുത്തു നോക്കിയേ. മാക്സിമം പിണറായി വിജയന്റെ ധാർഷ്ട്യം, പിണറായി വിജയൻ ചിരിക്കുന്നില്ല എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഇപ്പോഴത്തെ ജെൻസി പിള്ളേർ, ഈ വോട്ട് ചെയ്യാനുള്ള ജെൻസി പിള്ളേർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല. അവരോടുള്ള ഒരു റിലേറ്റബിൾ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ വോട്ട് ചെയ്യുള്ളൂ.
ഇപ്പം തന്നെ പിന്നെ സോഷ്യൽ മീഡിയയിൽ പിന്നെ കേരള CM VD സതീശന്റെ ഒരു ചിരിക്കുന്നത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജെൻസി പിള്ളേർ ഭയങ്കരമായിട്ട് ആഘോഷിച്ച സംഭവമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടെ പറയുന്നത് പിന്നെ പോയി വീട്ടിൽ പോയി പറയും അങ്ങനെയൊക്കെ പറയുന്ന മുഖ്യമന്ത്രികാരൊന്നും ഇപ്പം സ്വീകരിക്കില്ല. അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള മുഖ്യമന്ത്രികാരെയും രാഷ്ട്രീയക്കാരെയുമാണ് അവർക്ക് വേണ്ടത്. അവരുടെ രാഷ്ട്രീയത്തിലുള്ള അവരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. ആ രീതിയിലേക്ക് മുന്നേ പഴയ കാലത്ത് 1947 കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അതിനുശേഷമുള്ള പൊളിറ്റിക്സിന്റെ സ്വഭാവം എന്നല്ല ഇപ്പോഴത്തെ പൊളിറ്റിക്സ്. ആ പഴയ പൊളിറ്റിക്സ് സ്വഭാവം കൊണ്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ ജെൻസി പിള്ളേരും അതേപോലെ തന്നെ യുവാക്കളും യുവതികളും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് വലിയ കൊലകൊമ്പമായ രാഷ്ട്രീയ കക്ഷികളെയും താഴെ ഇറക്കാം എന്ന് പിന്നെ ഇവിടെ മനസ്സിലായ, തമിഴ്നാട്ടിൽ മനസ്സിലായതാണ്, ഇപ്പോൾ നേപ്പാളിലും മനസ്സിലായതാണ്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഈസ് നോട്ട് എ ജോക്ക്, അതേപോലെ ഇന്റർനെറ്റ് ഈസ് നോട്ട് എ ജോക്ക്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമും ഇന്റർനെറ്റും അതുപോലെ തന്നെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തന്നെയാണ് ഓരോ രാജ്യത്തിന്റെയും ഓരോ സംസ്ഥാനത്തിന്റെയും ഓരോ പഞ്ചായത്തിന്റെയും വികസനവും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നത്. TV ന്യൂസൊക്കെ കാണുന്ന കാലം പോയെന്ന്. ഇപ്പോ യൂട്യൂബിലുള്ള ന്യൂസ് ചിലത് കാണാം, ഇൻസ്റ്റാഗ്രാമിലുള്ള ന്യൂസുകളാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. അപ്പോ ആ പഴയകാല പിന്നെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് ഇപ്പോ നടക്കില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സിന്റെ മുഖം തന്നെ മാറേണ്ടതുണ്ട്. അപ്പൊ ഈ CJPന്റെ കാര്യത്തിൽ കഴിഞ്ഞാൽ CJPനെ വെറുതെ ഒരു മെയിൻ മെറ്റീരിയൽ ആയിട്ട് BJP എഴുതിത്തള്ളുന്നു എനിക്ക് പിന്നെ വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഇത്രയധികം മില്യൺസ് ഓഫ് ഫോളോവേഴ്സിനെ പിന്നെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിന്റെ 2 മടങ്ങ് അധികമാണ് പിന്നെ ഇതിന്റെ ഫോളോവേഴ്സ്. അപ്പോ ഇതിനെക്കുറിച്ചുള്ള CJPയെ കുറിച്ചുള്ള അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഈ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയത്തിന്റെ ജെൻസി പിള്ളേരുടെ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും തീർച്ചയായും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.